സിനിമ എന്ന് പറഞ്ഞാൽ ആരുടെയും തറവാട്ട് വകയില്ല. പിന്നെ 500 രൂപയുടെ ദോശയും 5 രൂപയുടെ ദോശയും ഒരേ ക്വാളിറ്റി ഉണ്ടാകുന്നതാണ്. 5 ലക്ഷത്തിന്റെ സിനിമ 5 ലക്ഷത്തിന്റെ സ്റ്റാൻഡേർഡെ കാണിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ ആരും തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണല്ല തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ആളുകൾ സ്വാഭാവികമായി വരുന്നു. ഫാൻസുകാർക്ക് പൈസ കൊടുത്ത് ഇവന്റ് മാനേജ്മെന്റിന് പൈസ കൊടുത്തിട്ടും അല്ല ഞാൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാവരും സ്വാഭാവികമായിട്ടാണ് ഫിലിം താല്പര്യമുള്ളവർക്ക് കാണാൻ, താല്പര്യമുള്ളവർക്ക് കാണാതിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് താല്പര്യമുള്ളവർക്ക് വേണ്ടെന്ന് വെക്കാം. പക്ഷേ എങ്ങനെ ചെയ്യാന്ന് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ഒരു ഇന്ത്യൻ പൗരന് അയാൾ പിന്നെ പിടിക്കുന്നതായിരിക്കും. വെറുതെ ഒച്ച കണ്ടറിയോ? തെറി വിളിക്കാതെ മര്യാദ നോക്കി ഇവിടെ തെറി വിളിക്കുന്നു. ആവശ്യമായി തെറിയൊന്നും വേണ്ടാട്ടാ. നാട്ടിന്റെ ഗുണമല്ലേ? സമുദ്രത്തിൽ ഇപ്പൊ ഒരു തിമിംഗലം ഉണ്ടെന്ന് വിചാരിച്ച ചെറിയ മത്സരങ്ങളൊന്നും സമുദ്രത്തിൽ പാടുകാതെ തിമിംഗലം ഓടേണ്ട കാര്യമൊന്നുമില്ല. തിമിംഗലത്തിന് പണിയെടുക്കുന്നു, ചെറിയ മത്സരങ്ങളെ പണിയെടുക്കുന്നു. ഈ ഭൂമി ഏതെങ്കിലും 10 ആൾക്ക് മാത്രമായിട്ട് എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഏതൊരാൾക്ക് ഈ ഭൂമി ജീവിക്കാൻ അധികാരമുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാണ്ട് ഇന്ന ആളുകൾക്ക് സിനിമ എടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്തതിന്റെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളിരിക്കുന്ന ഏതൊരാൾക്കും ഒരു സിനിമ ചെയ്യാന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് കൊണ്ടുനടക്കാനായി. പക്ഷെ ഇത്രയും കാലം എന്താണ് അവിടെ സംഭവിച്ചത്? കോടികൾ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ എടുക്കാവൂ എന്നുള്ള ഒരു ധാരണയായിരുന്നു. ഞാൻ പറയുന്ന ഒരു അത്യാവശ്യം എന്റെ റേഞ്ചിലുള്ള കഴിവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ 5 ലക്ഷത്തെ സിനിമ എടുക്കാൻ ഞാൻ കാണിച്ചു കൊടുക്കും. ഭൂമിയുടെ എല്ലാവരും ഇങ്ങനെ എടുക്കണമെന്ന് ഞാൻ വാശി കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ തന്നെ ഏത് ഇന്റർവ്യൂവിൽ എന്താണ് പറഞ്ഞത്? എന്റെ കഴിവിനനുസരിച്ച് ഒരു കോളേജ് കുട്ടി പ്രൊജക്ട് ചെയ്യുന്ന പോലെ ഞാൻ സിനിമ ചെയ്തു. അത് എന്റെ എഴുത്താണ്. എന്റെ ലക്കിന് ആ സിനിമ ഹിറ്റായി. പാട്ട് പാടാൻ പറയണ്ടായി. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ കുറച്ചായിട്ടുള്ള ഷൂട്ടിംഗ് ഇപ്പൊ ഏഷ്യാനെറ്റ് സ്ഥിര പരിപാടി ചെയ്യുന്നുണ്ട്. മംഗളത്തിന് നീലിമ നല്ല കുട്ടിയാണെന്നുകൊണ്ട് നോവൽ എഴുതിയിട്ട് ആദ്യപ്പോ സീരിയൽ ആവാൻ പോകുന്നുണ്ട്. ഇപ്പൊ 2ാമത്തെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിലെ ഡീസന്റ് ഫാമിലിയും അതേപോലെ തന്നെ ഏഷ്യാനെറ്റിലെ കോമഡി ന്യൂസ് പോലുള്ള പരിപാടികളും ഇനിയിപ്പോ തുളസിദാസ് സാറിന്റെ സംവിധാനത്തിൽ ഒരു വേടാമ്പൻ എന്ന് പറഞ്ഞൊരു സീരിയൽ ഏഷ്യാനെറ്റിൽ വരാനുണ്ട്. ഇത് കുറച്ച് അതിനോടൊപ്പം സിനിമ സൈഡിൽ നോക്കുകയാണെങ്കിൽ മിനിമോളുടെ അച്ഛൻ എന്ന് പറഞ്ഞ സിനിമയുടെ വർക്കാണ് 4ാമത്തെ വർക്ക് കാളിദാസൻ കവിത എഴുതുകയാണ്. മിനിമോളുടെ അച്ഛൻ ഫെബ്രുവരിയിലാണ്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്നെ പോലത്തെ ഒരു സാധാരണക്കാരൻ ഈ രംഗത്തേക്ക് വന്നുകൊണ്ട് കിട്ടുന്ന ഒരു ഗുണവശം. ഇപ്പൊ നാളെ ഞാൻ കാസർഗോഡ് കോളേജിലാണ്. അപ്പൊ എനിക്ക് ജസ്റ്റ് നാളെ കട്ട് ചെയ്ത് വന്നാൽ മതി. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞതറിയോ, ഒരു ഇന്ററാക്ഷൻ ആവാം കുട്ടികളുമായിട്ട്. കാരണം പുതുതായിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്ത് കാര്യം പറഞ്ഞു കൊടുക്കാൻ എന്റെ കഴിവിന് പരമാവധി സഹായിക്കാനുള്ള ഒരു മൈൻഡ് ഞാൻ കാണിക്കുന്നു. ഇവിടെ ആരാണ് അത് അങ്ങനെ ചെയ്യുന്നത്? ഓരോ സിനിമയിലും ഞാൻ 100 പുതുവർക്ക് ചാൻസ് കൊടുക്കുന്നു. ഇവിടുത്തെ ഏത് സംവിധായകനാണ് 100 പുതുവർക്ക് ചാൻസ് കൊടുക്കുന്നത്? നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരാളെ, നിങ്ങളിൽ ഒരുവനെ കഷ്ടപ്പെട്ട് ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അയാളെ